ഇന്നെനിക്ക് ക്ലാസ്സുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫമിതായും പിള്ളേരും കൊല്ലത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെ വന്ന് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് വന്ന് പിക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ പിള്ളേർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്ത കൊല്ലത്തോട്ട് വന്നത്. അപ്പം നമ്മൾ നേരെ പോയത് റമീസിലേക്കാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്ത സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പിന് നല്ല എരിവായിരുന്നു കേട്ടോ. എന്നിട്ട് ഫോമിത്തുള്ള കുരുമുളകും എല്ലാം കൂടെ വാരി അതിനകത്ത് ഇട്ടിട്ട് ഒന്നും കൂടി എരി കൂട്ടിയിട്ട് പിന്നെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. എന്നാലും നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു, സൂപ്പ് കംപ്ലീറ്റ് കുടിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഓരോന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്തത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ളത് ചില്ലി ചിക്കനാണ് കേട്ടോ. അതിനുശേഷം പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പൊറോട്ടയും പിന്നെ റൈസും ചിക്കനും വരുന്നൊരു കോംബോയും പിന്നെ കുട്ടികൾക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഓർഡർ ആക്കി. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഡെസേർട്ടായിട്ട് ഫലൂഡയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഹാഷ്നാത്തയുടെ സലൂണിലേക്കാണ്. കാരണം ഇനാഗുറേഷന് ഫോമിത്താക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് പോകാമെന്ന് വെച്ചിട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ നേരെ ചെന്നിട്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും പെഡിക്യൂർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ അവരെ പെഡിക്യൂർ ചെയ്യാനായിട്ട് ഇരുത്തി കേട്ടോ. അങ്ങനെ അവരെ പെഡിക്യൂർ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പോയൊരു ഫേഷ്യൽ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഹൈഡ്രാ ഫേഷ്യലും ഡീറ്റാൻ ഫേഷ്യൽ പോലത്തുള്ള എല്ലാ ഫേഷ്യൽസിനും അവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഹൈഡ്രാ ഫേഷ്യലും ഞാനൊരു ഡീറ്റാൻ ഫേഷ്യലാണ് കേട്ടോ ചെയ്തത്. കുറേ നാളായിട്ട് എൻ്റെ ഫേസിൽ നല്ല ടാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം എൻ്റെ ഫേസ് ഒന്ന് ക്ലിയർ ആയതുപോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന ടൈമിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ബട്ടർഫ്ലൈ കട്ടാണ് കേട്ടോ ചെയ്തത്. ഇവർക്ക് ഷോർട്ട് കട്ടും മൂത്തവൾക്ക് ലോങ് ഹെയർ കട്ടുമാണ് കേട്ടോ ചെയ്തത്. അതായത് ബട്ടർഫ്ലൈ വിത്ത് ലോങ് ഹെയർ കട്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.